ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റി ട്രയൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, എപ്പോഴും നമ്മൾ ബേക്കറി നല്ല കേക്ക് വാങ്ങി ഉപയോഗിക്കാറ്. ഇപ്രാവശ്യം ഒന്ന് മാറ്റി ചിന്തിക്കാം. ഇപ്പോൾ നമുക്ക് പല പല ഐറ്റംസ് ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ ക്രിസ്മസ് കേക്ക് കൂടി നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുന്നതിനെ പറ്റി പഠിക്കാം. അതെങ്ങനെയാണ് വീട്ടിൽ തന്നെ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കേക്ക് തയ്യാറാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. മൈദ 1/2 കിലോ, പഞ്ചസാര 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, ബ്ലാക്ക് മുന്തിരി 1/2 കപ്പ്, അണ്ടിപ്പരിപ്പ് 1/2 കപ്പ്, ഏലക്ക 5 എണ്ണം, ഗ്രാമ്പു 5 എണ്ണം, കറുവപ്പട്ട 1 എണ്ണം, മുട്ട 3 എണ്ണം, ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ. ഇത്രയുമാണ് കേക്ക് തയ്യാറാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ. ഇനി കേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പഞ്ചസാര മെൽറ്റായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. മെൽറ്റായി വന്ന പഞ്ചസാര കളർ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇങ്ങനെ ഇളക്കി തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടായ പാത്രത്തിലേക്ക് പച്ചവെള്ളം ഒഴിച്ചാൽ വെള്ളം പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് നമ്മൾ ചൂടുവെള്ളം ചേർക്കുന്നത്. വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വെള്ളം നന്നായി തിളയ്ക്കുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇനി കുറച്ചുകൂടെ കളർ ഡാർക്ക് ആകാനുണ്ട്. ഇപ്പോൾ ഏകദേശം കളറ് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് കരിഞ്ഞു പോകുന്നതിന് മുമ്പായി ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. ഇനി തന്നെ ഇരുന്ന് നമ്മൾ ഇപ്പോൾ ഈ മെൽറ്റാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര ഒരു ഡാർക്ക് കളറിലേക്ക് മാറും. അത് തന്നെ ഇരുന്ന് ഡാർക്ക് കളറാകും. ഇതാണ് നമ്മുടെ കേക്കിന് കളർ നൽകാൻ പോകുന്നത്. ഇനി നമുക്ക് തൽക്കാലം ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി വീണ്ടും സ്റ്റൗ കത്തിച്ച് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കണം. ഇത് കറുത്ത മുന്തിരി ഒന്ന് സോക്ക് ചെയ്തെടുക്കാനാണ്. അതിലേക്ക് 1/2 കപ്പ് അളവിൽ കറുത്ത മുന്തിരി ചേർത്ത് ഒരു 5-6 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. മുന്തിരി അങ്ങനെ വെന്തു പോകേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം. ഈ മുന്തിരി ഇനി വെള്ളം കളഞ്ഞ് നമുക്ക് അരിച്ചെടുക്കാം. ഒട്ടും വെള്ളം പാടില്ല. ഇനി ഇതും അതുപോലെ തണുക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ഫ്ലേവർ കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും 2 ഇഞ്ച് വലിപ്പമുള്ള കറുവപ്പട്ടയും 5 ഏലക്കയും ഒരു 5 ഗ്രാമ്പും എടുത്ത് നൈസായി പൊടിച്ചെടുക്കണം. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കിനി വേണ്ടത് കേക്കിന് ആവശ്യമായ മുട്ടയാണ്. ഒരു പാത്രം എടുത്ത് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും മറ്റും ഇതിലേക്ക് തരികളില്ലാതെ അരിച്ചു ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. ഒട്ടും കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. ഒരു വലിയ പാത്രം എടുത്ത് അതിലേക്ക് നമുക്കൊരു അരിപ്പ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ്. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് മൈദ ഇങ്ങനെ അരിച്ചെടുക്കാം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നമ്മൾ നോക്കേണ്ടതുണ്ട്. അത് പഴയതാവാൻ പാടില്ല. ഇനി ഇതെല്ലാം ഒന്ന് സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടത്തും ഒരുപോലെ ഉപ്പും ബേക്കിംഗ് സോഡയും ഒക്കെ എത്താൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നേരത്തെ സോക്ക് ചെയ്ത് തണുക്കാൻ വെച്ച കറുത്ത മുന്തിരിയും അതുപോലെ 1/2 കപ്പ് അളവിൽ അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ അണ്ടിപ്പരിപ്പൊക്കെ ഇങ്ങനെ വലിപ്പം കുറച്ച് നമുക്ക് ചെറുതായിട്ട് ഒടിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദ മുഴുവൻ ഡ്രൈ ഫ്രൂട്ട്സിൽ കോട്ട് ചെയ്തിരിക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ പുറംതൊലി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു ഫ്ലേവർ കേക്കിന് എപ്പോഴും നല്ലതാണ്. ഒരു പ്രത്യേക സ്മെല്ലും ഒരു ടേസ്റ്റും ഒക്കെ കിട്ടാൻ പുറംതൊലി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത് ഉണ്ടാവാറുണ്ട്.
ഇനി ഇതെല്ലാം കൂടി മൈദയിൽ കോട്ട് ചെയ്യത്തക്ക രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നേരത്തെ തണുപ്പിക്കാൻ വെച്ചിരിക്കുന്ന പഞ്ചസാര കാരമലൈസ് ചെയ്തതും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് നനവില്ലാത്ത ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇത് കുറച്ച് കട്ടി കൂടിയ പോലെ തോന്നും, പക്ഷെ എന്നാലും ഇതാണ് കറക്റ്റ് പരുവം. ഇനി ഒരു കേക്കിൻ്റെ മോൾഡ് എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ അടിയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ മോൾഡിലെല്ലായിടത്തും നന്നായിട്ട് നെയ്യ് തടവി കൊടുക്കാം. ഇനി മോൾഡിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് പതുക്കെ സൈഡിൽ നിന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ടാപ്പ് ചെയ്തെടുക്കാം. ഇതിനുള്ളിലെ എയർ ബബിൾസ് പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഓവൻ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ നമുക്കൊരു പാത്രത്തിൽ വെച്ചും നമുക്ക് ഓവൻ ചെയ്യുന്നത് നമുക്കറിയാം. 1 hour നമ്മൾ ഒരു പ്രീ ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ബാറ്റർ നമ്മൾ ഉള്ളിൽ വെച്ചാൽ മതിയാവും. 1 hour കൊണ്ട് ബേക്കായി വരും. അതേസമയം ഓവൻ ഇല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലൊരു റൗണ്ട് റിങ് കൂടി വെച്ച് പാത്രം അടച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കണം. ബേസിക്കലി പ്രീ ഹീറ്റിംഗ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആ ബാറ്റർ ഒഴിച്ച് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മോൾഡ് അതുപോലെ എടുത്ത് ഈ റിങ്ങിൻ്റെ മുകളിലേക്ക് വെക്കാം. അതിനുശേഷം 1/2 മണിക്കൂർ ലോ ഫ്ലെയിമിൽ നന്നായി എയർ ടൈറ്റ് ചെയ്ത് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 1/2 മണിക്കൂർ ഇത് ടോപ്പൊക്കെ നന്നായിട്ട് ക്ലോസ് ചെയ്ത് 1/2 മണിക്കൂർ ലോ ഫ്ലെയിമിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. എയർ ടൈറ്റ് ചെയ്ത് വേണം നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഏതാണ്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂടി തുറന്ന് ഒരു സ്റ്റിക്ക് കൊണ്ട് നമുക്ക് മുകളിലൊന്ന് ഇങ്ങനെ കുത്തി നോക്കാം. ഇപ്പോൾ ഏതാണ്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഈ പാൻ ഉപയോഗിക്കുന്നിടത്ത് ഒരു കുക്കർ ഉപയോഗിക്കുകയാണെങ്കിൽ അതും ഓക്കെയാണ്. കുക്കറിൻ്റെ ഉള്ളിൽ റിങ് വെച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ മോൾഡിൽ ബാറ്റർ ഒഴിച്ച് കൊടുത്താലും ഓക്കെയാണ്. ഇപ്പോൾ ഏതാണ്ട് ഈ സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഇപ്പോൾ കേക്ക് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ പാൻ സ്റ്റവിൽ നിന്ന് വാങ്ങി തണുക്കാൻ വെക്കാം. ഇപ്പോൾ ഏതാണ്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ തണുത്തിട്ടുണ്ട്. നമുക്ക് കേക്ക് മുകളിൽ നിന്ന് പതുക്കെ ഇളക്കിയെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ക്രിസ്മസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങളിതെങ്ങനെയാ ട്രൈ ചെയ്ത് നോക്കല്ലേ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.